ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡോട് വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് തേവയ്ക്കൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സീപോർട്ട് റോഡിലേക്ക് എത്താവുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു വില്ല പ്രൊജക്റ്റ് ആണ്. ഏകദേശം ഒരു 7 വില്ലകളുള്ള ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റ് ആണിത്. ഇതിനകത്ത് നിറയെ വീടുകളാണ്. അതിനകത്ത് ഒരു 3-4 വീടുകളിലൊക്കെ ആളുകൾ താമസമായിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 വീടുകളും കൂടിയാണ് ഇതിനകത്ത് സെയിലിനായിട്ടുള്ളത്. ഈ 3 വീടുകളിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറയുകയാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പലരും കാണുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇതിനകത്ത് വരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. എങ്കിൽ മാത്രമാണ് എല്ലാവർക്കും വീടെന്ന് പറഞ്ഞൊരു സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് മാർബിൾ ഹോംസിന്റെ ഉദ്ദേശം. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന ബഡ്ജറ്റുകൾ മാത്രമല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള പല ബഡ്ജറ്റുകളും ഏകദേശം ഒരു 25 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന വീടുകൾ, നമുക്ക് 27, 28 റേഞ്ചുകളിലൊക്കെ 2 BHK വീടുകളൊക്കെ ഉണ്ട്. അങ്ങനെ പല ബഡ്ജറ്റിലുള്ള വീടുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസിനൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മെയിൻ റോഡ് കഴിഞ്ഞാൽ ടാർ റോഡ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വില്ലകളിലേക്ക് വരുന്ന വഴി എന്ന് പറയുന്നത് ഇതുപോലെ ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് കിടക്കുന്ന ബാക്കിയുള്ള വില്ലകളൊക്കെ കാണുന്ന സമയത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം കൂടി ഒന്ന് പറഞ്ഞുതരാം. ഇൻഫോ പാർക്കിലേക്കും അതുപോലെ തന്നെ കളക്ടറേറ്റിലേക്കൊക്കെ നമുക്ക് 8 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ലുലു മാളിന്റെ ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ എടപ്പള്ളിയിലേക്കൊക്കെ നമുക്ക് ഒരു 8 കിലോമീറ്റർ തന്നെയാണ് ദൂരം വരുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണെങ്കിൽ 22 കിലോമീറ്റേഴ്സ് മാത്രമാണ് ദൂരം വരുന്നത്. അപ്പൊ NRIസിനൊക്കെ എന്തുകൊണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റ് ആണ്. അവർക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 22 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എയർപോർട്ടിലേക്ക് എത്താവുന്നതാണ്. ഇനിയിപ്പോൾ അവർക്ക് താമസിക്കാനല്ലെങ്കിൽ പോലും റെന്റ് ഔട്ട് ചെയ്യാനാണെങ്കിലും ഇൻഫോ പാർക്ക് അടുത്തുള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഇൻകം കിട്ടുന്ന ഒരു വീട് കൂടിയാണ് ഇത്. അപ്പൊ ഈ കാണുന്ന ടാർ റോഡ് ഈ കാണുന്ന ഇന്റർലോക്കിംഗ് ടൈൽ വിരിച്ച റോഡ് വന്ന് എൻഡ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു വില്ലയിലാണ്. ലെഫ്റ്റും റൈറ്റും ഒക്കെ ആയിട്ട് ധാരാളം വില്ലകൾ നിങ്ങൾ കണ്ടു. ഈ വീടിനൊരു മതിലിൽ നിന്നൊക്കെ തന്നെ നമുക്ക് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിൽ കുറച്ചൊരു ടെക്സ്റ്റർ വർക്കുകളൊക്കെ വരുന്ന രീതിയിലൊക്കെയാണ് മതിൽ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് ഞാൻ ഓൾറെഡി ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു പോർഷൻ വന്നിട്ട് നമുക്ക് ഇങ്ങനെ തുറക്കാവുന്ന രീതിയിലാണ് ഗേറ്റ് വരുന്നത്. ഇതിന്റെ ഡിസൈൻ ഇതുപോലെ നല്ല ഭംഗിയുള്ള ലേസർ കട്ട് ഡിസൈൻ ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. വീട്ടിലേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഭംഗിയുള്ള ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കോപ്പർ കളറിലുള്ള ഒരു ടെക്സ്റ്റർ വർക്ക് അതിൻ്റെ ഒരു പോർഷനിൽ വരുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് സ്ക്വയർ പോലെ ഒരുപാട് ഗ്യാപ്പുകൾ ഇട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പുകളിലൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡും ഒക്കെ കൊടുത്തിരിക്കുന്നതാണ് ഈ വീടിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ. അതുകൂടാതെ ആവശ്യത്തിനുള്ള ഇന്റർലോക്കിംഗ് ടൈലുകളൊക്കെ വിരിച്ച് നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു അട്രാക്റ്റീവ് ഒക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു എലിവേഷനാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഗേറ്റ് തുറന്ന് വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിന്റെ കവേർഡ് ആയിട്ടുള്ള കാർപോർച്ചിലാണ്. അതുകൂടാതെ ഇതിന്റെ ആ ഒരു ബാക്കിയുള്ള സൈഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കുറച്ച് സ്പേസ് അങ്ങനെ അവിടെ വേക്കന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഈ കാണുന്ന ഏരിയ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കടപ്പ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിലൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കവേർഡ് ആയിട്ടുള്ള മെയിൻ കാർ പോർച്ചിൽ നമുക്ക് EV വെഹിക്കിൾസ് ഒക്കെ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു കാറ് കംഫർട്ടായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് വരുന്ന ഒരു ചെറിയ കാറും കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഈ ബാക്കിയുള്ള ഏരിയയിൽ ഇടാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ 2 ചെറിയ കാറുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടായിട്ട് പാർക്ക് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. നമുക്ക് ഇതിന്റെ റൈറ്റ് സൈഡിലേക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ വാട്ടറിന്റെ KWയുടെ വാട്ടർ കണക്ഷന്റെ ഒരു മീറ്റർ ഇരിക്കുന്നത് കാണാം. നമുക്ക് ഈ വീട്ടിൽ വെള്ളത്തിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് KWയുടെ വാട്ടർ ഉണ്ട്. അതുകൂടാതെ മറ്റൊന്ന് നമുക്ക് ഇവിടെ കിണർ വെള്ളമാണ് ഉള്ളത്. ഈ ഒരു കടപ്പ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിരിക്കുന്ന ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ട് നമ്മൾ വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അവർ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നല്ല നീറ്റ് ആയിട്ടാണ് ഈ ഏരിയ ഫുള്ളായിട്ട് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ഏരിയ ചെന്ന് എൻഡ് ചെയ്യുന്നത് ആ മതിലിന്റെ അവിടുന്ന് പിന്നെ നമുക്ക് ബാക്കിലോട്ടുള്ള വർക്ക് ഏരിയ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ 2 സൈഡിലും ആളുകൾക്ക് നടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ഈ കാണുന്ന ഒരു വീട് ചെയ്തിരിക്കുന്നത്.
ഇനിയിപ്പോൾ വീടിന് ലെഫ്റ്റ് സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെയും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് അവർ വീട് ചെയ്തിരിക്കുന്നത്. ബാക്കിലോട്ട് അങ്ങോട്ട് കംപ്ലീറ്റ് പോകുന്നവരും ടൈൽസ് ആണ് വിരിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഒരു വഴി ചെന്ന് എൻഡ് ചെയ്യുന്നിടത്ത് റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ കിണർ നമുക്ക് കാണാൻ പറ്റുന്നത്. കാക്കനാട് ഏരിയ ആണ്. കാക്കനാടിനോട് വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ വെള്ളം നല്ല പ്യുവർ ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ്. കാരണം ഇവിടെ ഞാൻ പറയാറുണ്ട്, റെഡ് സോയിൽ ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് ഹൈറ്റ് ആയിട്ടൊക്കെയാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ചെയറൊക്കെ ഇട്ടിരിക്കാനുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വീടിന്റെ മെയിൻ ഡോറിൽ കാണുന്നതാണ് 2 പാളിയായിട്ട് 2 പീസിലാണ് ഈ ഒരു മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഒരു അത്യാവശ്യത്തിന് വലിപ്പമുള്ള നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു ടി വി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ടി വി നമുക്ക് കാണാനുള്ള നല്ല ഡിസ്റ്റൻസ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ടി വി യൂണിറ്റുമായിട്ടൊക്കെ നല്ല രീതിയിൽ ഡിസ്റ്റൻസ് കിട്ടുന്ന അത്രയും സ്പേസ് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് അവർ ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുന്ന സമയത്ത് നമുക്ക് ടി വി യൂണിറ്റ് ആണ് ആദ്യം ഇവിടെ കാണാൻ പറ്റുന്നത്. മൾട്ടിവുഡ് കൊണ്ട് നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് ഒരു വുഡ് ആൻഡ് വൈറ്റ് കളറിലുള്ള ഫിനിഷോട് കൂടിയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. താഴെ വരുന്ന ഭാഗങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും മൾട്ടിവുഡ് കൊണ്ട് തന്നെ കുറച്ച് ഒരു ഏരിയ അവർ കവർ ചെയ്തിട്ട് നല്ല ബ്ലൂയിഷ് കളറിലുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 ഭാഗത്തായിട്ടും അവിടെ ആയിട്ടൊക്കെയാണ് വിൻഡോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ ഫ്ലോർ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലുള്ള വെട്രിഫൈഡ് ടൈലില് ഒരു ചെറിയ ഗ്രേ കളർ ഡിസൈൻ വരുന്ന രീതിയിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് ഈ വീടിന് കൊടുത്തിരിക്കുന്ന പെയിന്റ് വൈറ്റ് കളറാണ്. അപ്പൊ റൂഫിൽ അവർ കുറച്ച് പോർഷൻസ് ചെയ്തിരിക്കുന്ന ആ വർക്കുകളിലൊക്കെ യെല്ലോ കളറൊക്കെ കൊടുത്തിട്ട് നല്ല അട്രാക്റ്റീവ് ആയ രീതിയിലാണ് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ്ങിന്റെ എൻട്രൻസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ല ഭംഗിയായിട്ട് ഒരു വുഡൻ എൻട്രൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ മുകളിലൊക്കെ ആയിട്ട് ധാരാളം ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 6 പേരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സ്പേസ് ആയിട്ടാണ് ഡൈനിങ് ഹാൾ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. അതിനടുത്തായിട്ട് സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം ഇതുപോലെ കബോർഡുകളായിട്ടൊക്കെ തിരിച്ച് അവർ ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് ഈ ഭാഗമാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. വാഷ് ബേസിൻ വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെറയുടെയാണ് യൂണിറ്റ് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡ് തീർത്തിരിക്കുന്ന ഒരു സെപ്പറേറ്റ് ക്യാബിനകത്താണ് വാഷ് ബേസിൻ അവർ വെച്ചിരിക്കുന്നത്. താഴെയൊക്കെ ആയിട്ട് കബോർഡ് ഫെസിലിറ്റികൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ഓപ്പൺ ഷെൽഫുകളൊക്കെ കൊടുത്തിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നിട്ട് നമ്മുടെ കിച്ചൺ സ്റ്റാർട്ട് ചെയ്തത്. കിച്ചണിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തുള്ള എൻട്രൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് കിച്ചണിന്റെ എൻട്രൻസിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാം തന്നെ കംപ്ലീറ്റ്ലി മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൾട്ടിവുഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വീടുകൾ നോക്കിയാൽ നമുക്ക് കാണാം, അവിടെ ചെയ്യുന്ന ഇങ്ങനെയുള്ള വുഡൻ വർക്കുകൾ എല്ലാം തന്നെ മൾട്ടിവുഡിലായിരിക്കും. ബിക്കോസ് അത് വെള്ളം നനഞ്ഞാലൊന്നും മോശമായി പോകാത്ത മെറ്റീരിയൽ ആയതുകൊണ്ടാണ് എല്ലാവരും മൾട്ടിവുഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. ഇതുപോലെ 2 ഡോറുകളൊക്കെ വെച്ചിട്ടുള്ള ക്രോക്കറി ഷെൽഫാണ്. ഇതിന്റെ താഴെയുള്ള ഭാഗത്ത് നോക്കിയാൽ നല്ല ഡിസൈനുകളൊക്കെ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിന്റെ ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചണിന്റെ ഒരു എൻട്രൻസിൽ വന്നിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലൂടെയൊക്കെ ചെറുതായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഒരു ചെറിയ കിച്ചൺ ആയിട്ടാണ് വാസ്തുപരമായിട്ടൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരു 2-3 പേർക്കൊക്കെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് കിച്ചണിൽ നമുക്ക് കിട്ടുന്നത്. കിച്ചണിന്റെ ഒരു സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് വൈറ്റ് കളറാണ്. കിച്ചണിന്റെ സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളറിലെ ഗ്രാനൈറ്റിലുമാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളറിലുള്ള ഫിനിഷോട് കൂടിയിട്ടാണ് ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ അതിനിടയിൽ ഇങ്ങനെ വരുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ കുറെ ഷെൽഫ് ഫെസിലിറ്റികളും കൂടെ അവർ വുഡൻ കളറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ എല്ലാം തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. 2 വിൻഡോസ് ആണ് കിച്ചണിൽ കൊടുത്തിരിക്കുന്നത്. എക്സ്ട്രാ നമുക്ക് ഇതുപോലുള്ള ചെറിയ തട്ടുകളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിച്ചണിൽ സ്റ്റോറേജ് ചെയ്യാനുള്ള സ്പേസും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും ഒക്കെ വരുന്നത്. കിച്ചന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും കാണാം, കിച്ചന്റെ റൂഫിലൊക്കെ വർക്കുകൾ ചെയ്തത് വളരെ റെയർ ആണ്. ഇവിടെയും അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ കിച്ചന്റെ മുകളിൽ വർക്കുകളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. വർക്ക് ഏരിയക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ നമുക്ക് ഇങ്ങനെ നീളത്തിൽ കിട്ടുന്നുണ്ട്. കുറെ ഏരിയ നമുക്ക് വർക്ക് ഏരിയക്കായിട്ട് അവരിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നമുക്ക് കാണാം, ഇവിടെ ഒരു സിങ്ക് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ലാബും കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റിൽ. താഴെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കവർ ചെയ്തെടുത്താൽ കബോർഡായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് റൂഫിംഗ് ചെയ്ത് സൈഡെല്ലാം കവർ ചെയ്തിട്ട് 2 സൈഡിലും ഡോറൊക്കെ വെച്ചിട്ട് നല്ല സേഫ് ആയിട്ടാണ് വർക്ക് ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയുടെ 2 സൈഡിലും ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, ഒരു സൈഡിൽ കിണർ വരുന്നുണ്ട്, 2 സൈഡിലൂടെ നമുക്ക് ട്രാവൽ ചെയ്ത് വീടിന്റെ ഫ്രണ്ടിലേക്ക് എത്താവുന്നതാണ്.
ഇനിയിപ്പോൾ നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ഒരു ബെഡ്റൂമാണ്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഒരു ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂമിന്റെ ഡോർ വന്നിട്ട് ഇങ്ങനെ ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്രൗൺ കളറിലുള്ള ഷെയ്ഡാണ് ഡോറിനൊക്കെ അവർ പെയിന്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഡബിൾ കോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാലും കുറച്ചും കൂടി സ്പേസ് കിട്ടുന്ന രീതിയിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനോട് കൂടി വൈറ്റ് ആൻഡ് ബ്രൗൺ ഷെയ്ഡിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു മിറർ ഫെസിലിറ്റി കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ റൂഫിൽ നോക്കിയാലും കാണാം ആ ഒരു ബേസ് കോട്ട് വൈറ്റ് ആണ്, അതിന്റെ കൂടെ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിലുള്ളൊരു വർക്ക് കൂടെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. നല്ല അട്രാക്റ്റീവ് ആയിട്ട് തന്നെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ വന്നിട്ടാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോപ്പർ കളറിലുള്ള ടൈലാണ് വോളിലൊക്കെ ആയിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ മുകളിലത്തെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. മുകളിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ച് ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തെല്ലാം ഗ്ലാസ് ഇട്ട് സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകുന്ന സ്റ്റെപ്സ് എല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹാൻഡ് റെയിൽസ് എല്ലാം നല്ല നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് മുകൾ ഭാഗം വരെ സേഫ് ആയിട്ട് അതിന്റെ ബാറുകൾ ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. കയറി പോകുന്ന വഴികളെല്ലാം ഫുഡ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ലെഫ്റ്റ് സൈഡിലും ഇതുപോലെ കുറച്ച് ഓപ്പണിങ്സ് പെർഗോള മോഡലിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് വെളിച്ചമകത്തേക്ക് കടക്കാനായിട്ട് അത് വളരെ ഹെൽപ്ഫുൾ ആണ്. മുകളിൽ നമ്മൾ വന്ന് നിൽക്കുന്ന സമയത്ത് ഇവിടെയും നിങ്ങൾക്ക് കാണാം ഇതുപോലുള്ള കുറച്ച് ഡിസൈനുകളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടാണ് മുകളിലേക്ക് പോകുന്ന ഈ ഒരു എൻട്രൻസും അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ സ്റ്റെപ്പുകളുടെയൊക്കെ സ്റ്റാർട്ടിങ് തുടങ്ങിയ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെ റൂഫിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഇടാതെ ആവശ്യത്തിന് മാത്രമുള്ള റൂഫിംഗ് വർക്കുകളൊക്കെയാണ് ഈ ഒരു വീട്ടിൽ അവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ സ്റ്റെപ്പ് കയറി ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒക്കെ ആയിട്ട് ഒരുപാട് സ്പേസ് കിടക്കുന്നുണ്ട്. നമുക്ക് കയറി വന്ന ലെഫ്റ്റിലെ സ്പേസ് തന്നെ ആദ്യം എന്താണെന്നുള്ളത് നോക്കാം. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. നമുക്ക് TV യൂണിറ്റ് ഒക്കെ വെക്കാനായിട്ട് ഇവിടെ ഒരുപാട് വോളുകളുണ്ട്. നമുക്ക് നമ്മളുടെ ഒരു ചോയ്സ് അനുസരിച്ചിട്ട് എവിടെ വേണമെങ്കിലും TV യൂണിറ്റ് വെക്കാനായിട്ടുള്ള ഏരിയ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്താണെങ്കിൽ അവർ ഓൾറെഡി കേബിളൊക്കെ വരാനുള്ള ഹോൾസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പവർ പോയിന്റും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്ത് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു 3 വിൻഡോസ് നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് അവരൊരു ചെറിയ റീഡിംഗ് ടേബിൾ നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ ബുക്കുകളൊക്കെ വെക്കാനായിട്ടൊരു ബുക്ക് ഷെൽഫും അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടൊരു ഡോറ് കാണാം. ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് കാക്കനാടിനോട് അടുത്ത വീടുകളാണ് ഏറ്റവും അധികം പേര് ഇപ്പൊ കൂടുതലായിട്ട് ഓപ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് വെള്ളം 2018 ഫ്ലഡ് ഒട്ടും തന്നെ എഫക്ട് ചെയ്യാത്തൊരു ഏരിയയാണ് കാക്കനാടും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസുകളും. കാക്കനാട് ടു പുക്കാട്ടുപടിയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷനുകൾ ഇപ്പോൾ വരുന്നത്. ഒരുപാട് വില്ലാസ് ആണ് നമുക്ക് കാക്കനാട് ടു പുക്കാട്ടുപടി കിഴക്കമ്പലം ഭാഗങ്ങളിൽ വരുന്നത്. അപ്പൊ അവിടെ വില്ലകൾ ഇത്രയും വരാനുള്ളൊരു കാരണം തന്നെ നമുക്ക് ചിന്തിച്ചാൽ അറിയാം. ഏറ്റവും നല്ല നമുക്ക് പീസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് കാക്കനാട് കിഴക്കമ്പലം ഭാഗങ്ങളൊക്കെ തന്നെ. ബിക്കോസ് അവിടെ നമുക്ക് നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടും. ബിക്കോസ് അത് റെഡ് സോയിലാണ്. അപ്പൊ നമുക്ക് നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടും. അതുപോലെ തന്നെ ഫ്ലഡ് എഫക്റ്റഡ് അല്ലാത്ത ഏരിയാസ് ആണ്. നമ്മളുടെ ഒരു നമുക്ക് പറ്റുന്ന ഏത് ബഡ്ജറ്റിൽ വേണമെങ്കിലും വീടുകൾ ഈ ഒരു ഏരിയയിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ടൊരു താമസ സ്ഥലം നമ്മൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം അവൈലബിൾ ആയ സ്ഥലങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാക്കനാടിനോട് അടുത്ത് കിടക്കുന്ന ഈ ഒരു വില്ല എത്രയും പെട്ടെന്ന് സെയിലായി പോകാൻ സാധ്യത കൂടുതലായതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫുള്ളാക്കാൻ വേണ്ടി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. അപ്പൊ ഈ ഒരു ഹാൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഭാഗത്തായിട്ട് യൂട്ടിലിറ്റി ഏരിയ കണ്ടു. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഡോറ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ടഫന്റെ ഗ്ലാസ് ഒക്കെ ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഔട്ടർ ഫ്രെയിം ഒക്കെ കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ടാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അതിന്റെ മുകളിലേക്കുള്ള വർക്കുകളാണ്. ബാൽക്കണിയിലൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് റൂഫിംഗ് വർക്കുകളൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ ഞാൻ പറഞ്ഞിരുന്നു ഏകദേശം ഒരു 8 വില്ലകളുള്ള പ്രൊജക്റ്റ് ആണ്. പല റേഞ്ചിലുള്ള ഒരു 3 വീടുകളാണ് നമുക്ക് ഇവിടെ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്തൊക്കെ ആളുകൾ താമസമായതാണ്. അത്യാവശ്യം നല്ല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇവിടെയൊക്കെ താമസിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ബാൽക്കണി കണ്ടു. അതുപോലെ തന്നെ പുറത്തേക്ക് പോകാനുള്ള സ്പേസ് കണ്ടു. നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്തിന് 2 ഡോറുകളാണ് കാണാനുള്ളത്. താഴെ ഒരു ബെഡ്റൂം നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഇവിടെയുള്ള 2 ബെഡ്റൂമാണ് നമുക്ക് കാണേണ്ടത്. ഈ ഒരു സൈഡിലുള്ള ബെഡ്റൂം തന്നെ ആദ്യം നോക്കാം.
ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അത്യാവശ്യത്തിന് സ്പേസ് ഒക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം ആണ്. ഇതിന് ചുറ്റിനും അവർ നിറയെ വിൻഡോസ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാർഡ്രോബ് വന്നിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു കോർണർ ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ട വാർഡ്രോബിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടൊരു വൈറ്റ് ആൻഡ് വുഡ് കളർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാൽ കാണാം വൈറ്റ് കളറിന്റെ കൂടെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡൊക്കെ കൊടുത്തിട്ടാണ് അവർ ഭംഗിയുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയുള്ള ഡിസൈനുള്ള ഡോറൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ആൻഡ് ചെറിയൊരു യെല്ലോ ഷെയ്ഡും കൂടെ വരുന്ന ഒരു കളറാണ് ബാത്റൂമിനകത്തുള്ള ടൈലിനൊക്കെ ആയിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിലുള്ള അങ്ങനെ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ഈ കാണുന്ന ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിയാൽ നേരെ അതിനെ ഫേസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ബെഡ്റൂമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആയിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. എയർ സർക്കുലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഇവിടെ 3 വിൻഡോസും ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ താഴെ കണ്ട ആ സെയിം വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും അവർ ചെയ്തിരിക്കുന്നത്. മിറർ ഫെസിലിറ്റിയും കൂടെ അതിനൊപ്പം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റൂഫിലാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് റൂഫിൽ അവർ കൊടുത്തിരിക്കുന്നത്. സൈഡിലൂടെ മാത്രം കുറച്ച് ബോർഡർ പോലെ കുറച്ച് വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിന്റെ ഡോറും മറ്റേതൊക്കെ പോലെ തന്നെ കുറച്ച് നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട പോലത്തെ ആ ഒരു ലൈറ്റ് യെല്ലോ ആൻഡ് ഓഫ് വൈറ്റ് കളറിലുള്ള ടൈലാണ് അവർ വോളിലൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ എല്ലാ ബെഡ്റൂമുകളും കാണേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ നമുക്കിനി ഈ വീടിന്റെ ബാക്കിയുള്ള കോൺഫിഗറേഷൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞു ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന തേവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്കൊക്കെ 8 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി സൈഡിലേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ലുലു മാളിലേക്കൊക്കെ 8 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 22 കിലോമീറ്റേഴ്സുമാണ് ദൂരം വരുന്നത്. അപ്പോൾ 3.4 സെന്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്ന ലാൻഡ് 3.4 സെന്റ് ആണ്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 1600 ആണ്. 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് വെല്ലുണ്ട്, ഒരു കിണറുണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടറുമാണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ട് നമുക്കുള്ളത്. കാക്കനാടിനോട് ഇത്രയും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 80 lakhs ആണ്. 80 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക, ഈ വീട് സ്വന്തമാക്കുക. അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.